അസ്സലാമു അലൈക്കും. കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് ദിക്റും സലാത്തും ഒക്കെ ചൊല്ലും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതൊക്കെ മാറ്റും, ചിലത് മാറ്റില്ല. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത എന്തായാലും അല്ലാഹു നമ്മുടെ കടങ്ങൾ മാറ്റും. കടങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, കുറച്ച് ദിവസം ചൊല്ലിയിട്ട് നമ്മളെ കിട്ടിയിട്ടില്ല, അല്ല എനിക്ക് ഇതിന് ഉത്തരം തന്നില്ല എന്നൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ. എന്താ ചിലർക്ക് അങ്ങനെ ഉണ്ട്, കിട്ടിയില്ല അടുത്തതോ അതാ അങ്ങനെയല്ല. നമ്മൾ കുറച്ചൊന്ന് ക്ഷമയോടെ കാത്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും തരും ഇൻഷാ അല്ലാഹ്. കടങ്ങൾ വീടാൻ എത്ര വലിയ കട ഉണ്ടെങ്കിലും, അതായത് ലക്ഷങ്ങളായാലും കോടികളാണെങ്കിൽ ഒരുപാട് ആളുകൾക്കുണ്ട് അങ്ങനെ. ചിലപ്പോൾ അതല്ല, ചിലപ്പോൾ 1000 ആവും, ചിലപ്പോൾ 2000 ആവും, ചിലപ്പോൾ 500 ആവും. ഈ 500 കടമുള്ളവർക്ക് തന്നെ പക്ഷെ അത് ലക്ഷങ്ങൾ കടം കൊടുക്കാനുള്ള പോലെയാവും ഇല്ലേ. അപ്പോൾ അവർക്കൊക്കെ ചൊല്ലാൻ ഞാൻ പറഞ്ഞില്ലേ, എത്ര വലിയ കട ഉണ്ടെങ്കിലും അവർക്ക് മാറാൻ വേണ്ടിയിട്ട്, സോറി അക്ഷരപ്പിഴവാണ്, മാറാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, സുബ്ഹി നിസ്കാര ശേഷം സുബ്ഹി നിസ്കരിച്ചിട്ട് ഒരേ ഇരിപ്പിലിരുന്നിട്ട് എണീറ്റ് പോവരുത്. സുബ്ഹി നിസ്കരിച്ച് ദുആ ചെയ്തതിന് ശേഷം 100 സൂറത്തു തൗബയിലെ അവസാന 2 ആയത്തുകൾ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മി ചൊല്ലരുത്. അതിന് ശേഷം ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, അതായത് സൂറത്തു തൗബയിലെ, ഇനി എഴുതിയെടുത്താൽ മതി കേട്ടോ, അറിയില്ലെങ്കിൽ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ 100 പ്രാവശ്യം ചൊല്ലുക. അതായത് അതിനു മുമ്പ് ഒരു സലാത്തെങ്കിലും ചൊല്ലിയിട്ട് ഈ ആയത്ത് ചൊല്ലിയിട്ട് പിന്നെ ഒരു സലാത്ത് ചൊല്ലി നന്നായിട്ട് ദുആ ചെയ്യാം. അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷവും ഇതേപോലെ തന്നെ മഗ്‌രിബിന് ശേഷം ചൊല്ലുക. അതിന് ശേഷം പിന്നെ വേറെ കാര്യം വിട്ടു, ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ദുആ ചെയ്യണം. മഗ്‌രിബിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും സലാത്ത് ചൊല്ലിയിട്ട് ഈ ഒരു ദുആ ചൊല്ലി അള്ളാഹുവിനോട് ഒന്ന് ദുആ ചെയ്ത് നോക്കൂ. നന്നായിട്ട് ദുആ ചെയ്യണം. നമ്മുടെ എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും അത് വീട്ടും. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാര ശേഷം സൂറത്തു തൗബയിലെ ഈ 2 ആയത്തുകൾ, തഹജ്ജുദ് തൊട്ട് സുബ്ഹി വരെ ഒരു 4 മണിക്ക് ഒക്കെ 3:45 എണീക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. ഒരു 500 പ്രാവശ്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം എല്ലാ വെള്ളിയാഴ്ച രാവിനും ചൊല്ലി നോക്കും. ഉറപ്പായിട്ടും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റും. അതുപോലെ തന്നെ കടങ്ങൾ എല്ലാം അല്ലാഹു തീർത്തു തരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.